ശബരിമല വാജിവാഹന കൈമാറ്റത്തിൽ UDF കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ കേസെടുക്കാൻ SIT നീക്കം. പുതിയ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ അനുമതി തേടും. അതേസമയം വാജിവാഹന കൈമാറ്റത്തിൽ അജയ് തറയലിന്റെ വാദങ്ങൾ തള്ളി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് M. രാജഗോപാലൻ നായർ രംഗത്തെത്തി. ശബരിമലയിലെ വസ്തുക്കൾ കൈമാറുന്നതിന് തർക്കങ്ങളില്ലാതെ തന്ത്രിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നതായി രാജഗോപാലൻ നായർ ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ പറഞ്ഞു. സ്വർണക്കൊള്ളയോടനുബന്ധിച്ച അന്വേഷണത്തിലാണ് വാജിവാഹനം തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നത്. ശബരിമലയിലെ പ്രധാനപ്പെട്ട ഉരുപ്പടി തന്ത്രിയുടെ കൈവശം വന്നതെങ്ങനെയെന്ന അന്വേഷണമാണ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ ദേവസ്വം ബോർഡിലേക്ക് നീണ്ടത്. വാജിവാഹനത്തിന്റെ കസ്റ്റോഡിയൻ ആചാരപ്രകാരം തന്ത്രിയാണെന്ന് അജയ് തറയിൽ വിശദീകരിച്ചെങ്കിലും ഉരുപ്പടികൾ കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് 2012 ദേവസ്വം ഉത്തരവിന്റെ ലംഘനമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. പിന്നാലെ ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ M. രാജഗോപാലൻ നായർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ശബരിമലയിലെ ഉരുപ്പടികൾ തർക്കമില്ലാതെ കൊണ്ടുപോകാൻ നയരൂപീകരണത്തിന് തന്ത്രി സമാജം ആവശ്യപ്പെട്ടിരുന്നതായി രാജഗോപാലൻ നായർ പറഞ്ഞു. അന്ന് ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ഈ ദക്ഷിണ മേഖല തന്ത്രി സമാജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഒന്ന് കുഴിക്കാട് വാസുദേവൻ ഭട്ടതിരിപ്പാട്, കുഴിക്കാട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്, രാകേഷ് നാരായണൻ നമ്പൂതിരിപ്പാട്, ഇവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്ത ആളുകളാണ്. അവരാവശ്യപ്പെട്ടിരുന്ന കാര്യം ആ ക്രിയാദികൾക്ക് ശേഷം ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ട കൊണ്ടുപോകുമ്പോഴുള്ള അനാവശ്യ തർക്കങ്ങളും വിവാദങ്ങളും ഈ വിഷയത്തിൽ നയരൂപീകരണം ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. 2012 പുറത്തിറക്കിയ ഈ നിയന്ത്രണ ഉത്തരവ് കണ്ടില്ലെന്നും ആചാരപ്രകാരമാണ് എല്ലാം ചെയ്തതെന്നുമാണ് അജയ് തറയിലിന്റെ വാദം. ഇതോടെ പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ഭരണസമിതിയുടെ നടപടികളും സംശയനിഴലിലായി. ചട്ടം ലംഘിച്ച് വാജിവാഹനം കൈമാറിയതിന്റെ കാരണമെന്തെന്ന ചോദ്യത്തിന് അജയ് തറയിൽ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും. എന്തടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്നും ആരൊക്കെ ചേർന്നാണ് തീരുമാനത്തിലെത്തിയതെന്നും ഉൾപ്പെടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിനായി അന്നത്തെ ബോർഡിലെ അംഗങ്ങൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ SIT ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ നിയമസാധുത സംബന്ധിച്ച് ഹൈക്കോടതിയോട് അനുമതി തേടാനാണ് തീരുമാനം. കോടതി അനുകൂല നിലപാടെടുത്താൽ അജയ് തറയിൽ ഉൾപ്പെടെ അന്നത്തെ അംഗങ്ങൾ SIT റഡാറിൽ വരും. സ്വർണക്കൊള്ളയിൽ LDFനെ കടന്നാക്രമിക്കുന്ന UDFും വിഷയത്തിൽ ഭിന്നാഭിപ്രായത്തിലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.